പക്ഷേ വരുന്ന 5-6 തീയതികളിലായിട്ട് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട്. ആ ഉച്ചകോടിയുടെ പ്രമേയം ഇസ്രയേലിനെ അപലപിക്കുന്ന പ്രമേയമാണ്. അതായത് ഇറാനിൽ നടത്തിയ അക്രമങ്ങളെ അപലപിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇസ്രയേലിനെ കൈവിടുന്നു, ഇറാൻ്റെ കൈ പിടിക്കുന്നു എന്നല്ലേ? ഇതിൽ എന്താണ് നമ്മളിപ്പോൾ കരുതേണ്ടത്? നമ്മൾ ഇസ്രയേലുമായിട്ടുള്ള കാലങ്ങളായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണോ, അതോ ഒരു തന്ത്രപരമായ സമീപനം എടുക്കുകയാണോ? ഇസ്രയേലുമായിട്ടുള്ള ബന്ധം നമ്മുടെ രാജ്യം ഉപേക്ഷിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കതിൽ നിന്ന് പലതരത്തിലുള്ളതായിട്ടുള്ള മെച്ചങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇസ്രയേൽ ഏതാണ്ട് നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രത്തെ പോലെ കൊണ്ടുനടന്നിരുന്നു കുറേ കാലം. അമേരിക്കയോടുള്ള അടുപ്പവും അതേപോലെ തന്നെ ഇസ്രയേലിനോടുള്ള സമീപനങ്ങളും ഇതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് പലപ്പോഴും രൂപപ്പെട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്റേണൽ പൊളിറ്റിക്സിൽ അത് പ്രതിഫലിക്കുന്ന വേറെ രീതിയിലേ നമുക്കറിയാം. ഇപ്പോൾ എന്താണ് BJPയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘപരിവാര ശക്തികൾ മുഴുവനും ഇസ്രയേലിനെ ന്യായീകരിക്കുന്നവരും അതേപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ തന്നെ ഇസ്രയേലിനെതിരായി നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഇന്റേണൽ പൊളിറ്റിക്സ് ഇവിടെ ഡെവലപ്പ് ചെയ്യേണ്ടത് ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. പക്ഷേ നമ്മുടെ ആളുകളുടെ ഒരു വൈകാര്യ പ്രകടനം മാത്രമായിട്ട് അതിനെ കണക്കാക്കാൻ പാടുള്ളൂ. അതൊന്നും ഇൻ്റർനാഷണൽ റിലേഷൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പ്രസക്തമല്ല. നമ്മുടെ അന്താരാഷ്ട്ര പൊസിഷനിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് ഇന്ത്യ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇന്ത്യയുടെ സർവ്വതോന്മുഖമായിട്ടുള്ള വളർച്ചയ്ക്കും വികാസത്തിനും എങ്ങനെ അന്താരാഷ്ട്ര സൗഹൃദങ്ങളെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലുമായിട്ട് നല്ല ബന്ധം പുലർത്തി നമ്മൾ നിലനിന്നിരുന്നത്. പക്ഷേ ചില സമയത്തൊക്കെ നമുക്ക് ചില പൊസിഷൻസ് എടുക്കേണ്ടി വരും. ഇവിടെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു. നമുക്കറിയാം ഏത് തരത്തിലുള്ള യുദ്ധ നിയമങ്ങളും വെച്ചും പരിശോധിച്ചാലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിനെ അപലപിക്കാനായിട്ട് മാത്രമേ നമ്മുടെ ഒരു ധാർമ്മികത വെച്ച് നമുക്ക് കഴിയുള്ളൂ. ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെല്ലാം ആ പ്രമേയം കൊണ്ടുവരുന്നു. അതെ, നമുക്കറിയാം ബ്രിക്സ് ഉച്ചകോടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് കാര്യമായ പങ്കില്ലാത്ത ഒരു സംവിധാനമാണ്. അതെ, എന്നുവെച്ചാൽ റഷ്യയും ചൈനയും ഇറാനുമൊക്കെയുള്ള ഒരു സംവിധാനത്തിനകത്ത് അങ്ങനെ ഒരു പ്രമേയം വരാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അതെ, പ്രത്യേകിച്ച് ഇറാൻ തെറ്റ് ചെയ്യാതിരിക്കുകയും ഇസ്രയേൽ തെറ്റ് ചെയ്യുകയും ചെയ്ത സമയത്ത്. അതെ, അപ്പോൾ നമ്മൾ തന്നെ ഹമാസ് ചെയ്ത വലിയ തെറ്റിനെ നമ്മൾ അതിശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട്. ഇസ്രയേൽ ഹമാസ് നടത്തിയ ആക്രമണമാണ് യഥാർത്ഥത്തിൽ ഈ പലസ്തീനെ ഇല്ലാതാക്കിയത് എന്ന് നിരീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. ശരി, അപ്പോൾ അതുകൊണ്ട് അവിടെ ഇസ്രയേലിനായിരുന്നു എന്ത് പ്ലസ് പോയിൻറ്റ്. ഇവിടെ പക്ഷേ അതല്ല. ഇവിടെ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഇസ്രയേൽ എന്ത് ചെയ്തു? ഇറാനെ കയറി അടിച്ചു. അതൊരു തെമ്മാടി രാഷ്ട്രത്തിൻ്റെ സ്വഭാവം തന്നെയാണ്. അതുകൊണ്ടാണ് അത് വിമർശിക്കപ്പെടുന്നത്. ആ വിമർശിക്കപ്പെടുന്ന കാര്യം താത്വികമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ അവതരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യക്ക് അത് ഒരു ന്യായമായ വാദമാണ് എന്നുള്ളതിൻ്റെ പേരിൽ ഇന്ത്യക്ക് അതിനെ അംഗീകരിക്കാനേ പറ്റുകയുള്ളൂ. പക്ഷേ ഇന്ത്യ അത് അംഗീകരിക്കുമ്പോൾ നേരത്തെ പ്രേംലാൽ ചോദിച്ച ചോദ്യം പ്രസക്തമായിട്ട് വരും. ഇസ്രയേലുമായി ഇതുവരെ നിലനിർത്തിയിരുന്ന ആയുധ, വ്യാവസായിക, സാംസ്കാരിക ബന്ധങ്ങൾ എല്ലാം തന്നെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇല്ല, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ശരിക്കും അത് തുടരും നമ്മൾ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനത്തെ ഒരു നിലപാട് ശരിയല്ല എന്നുള്ള അഭിപ്രായം പറയുന്നത്, അഭിപ്രായം പറയാനുള്ള ആ ആരോഗ്യം ഇന്ന് ഇന്ത്യക്കുണ്ട്. പക്ഷെ നമ്മുടെ പ്രഖ്യാപിത നിലപാട് ചേരിചേര നയമാണ്. അപ്പോൾ അതിൽ വെള്ളം ചേർക്കുന്ന പരിപാടിയല്ലേ ഇത്? അല്ല, ഈ ചേരിചേര നയം എന്ന് പറയുന്നത് ഇന്ന് അപ്രസക്തമായൊരു നയമാണ് ശരിക്കും. ചേരിചേര നയം ഡെവലപ്പ് ചെയ്യുന്നപ്പോഴാണ് ലോകം രണ്ട് ശാക്തിക ചേരികളായിട്ട് നിന്നിരുന്ന സമയത്താണ്. എന്നുവെച്ചാൽ ബൈപ്പോളാർ വേൾഡിലാണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നതിന് പ്രസക്തിയുള്ളൂ. അതെ, കാരണം രണ്ട് ചേരിയായിട്ട് ലോകം വിഭജിച്ച് നിൽക്കുകയും ഓരോ ചേരിയും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ആ ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റായിട്ട് വരികയുന്ന സംഭവങ്ങളുണ്ടാകും, തെറ്റുണ്ടാകും. കാരണം അത് പക്ഷപാതപരമായിട്ടുള്ള പ്രവൃത്തിയുടെ ഫലങ്ങളാണ്. അത് തെറ്റ് വളരെ കൂടുതൽ വരാനുള്ള സാധ്യതയാണ്. അങ്ങനെ തെറ്റ് വരുമ്പോൾ നമ്മളെപ്പോലെയുള്ള ഒരു രാഷ്ട്രം ആ തെറ്റുകൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാവുമായിരുന്നു. അങ്ങനെ വന്ന സമയത്താണ് ഇന്ത്യക്ക് കുറേയധികം രാഷ്ട്രങ്ങൾ ഇന്ത്യയെ സഹായിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒപ്പം നിൽക്കുന്ന രാഷ്ട്രങ്ങളുണ്ടായി. അതാണ് ചേരിചേരാ രാഷ്ട്രങ്ങളെന്ന് പറയുന്നത്. ഞങ്ങൾ അമേരിക്കൻ ചേരിയിലുമില്ല, സോവിയറ്റ് റഷ്യയുടെ ചേരിയിലുമില്ല. നിങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ നിങ്ങളെ ഞങ്ങൾ ന്യായീകരിക്കും, നിങ്ങൾ ചീത്ത ചെയ്യുമ്പോൾ നിങ്ങളെ ഞങ്ങൾ
വിമർശിക്കും. ഈ നിലപാടാണ് ഇന്ത്യക്ക് ഈ ലോക രാഷ്ട്രീയത്തിൽ വലിയ അംഗീകാരം നേടിക്കൊടുത്തത്. ഇന്ത്യക്ക് വലിയ സ്വീകാര്യതയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ സത്യസന്ധമായി നീതിപൂർവമായി അഭിപ്രായ പ്രകടനം നടത്തുകയും നിലപാടെടുക്കുകയും ചെയ്യുന്ന രാഷ്ട്രം, ആ രാഷ്ട്രം മറ്റ് രാഷ്ട്രങ്ങൾ അതേപോലെ സമാനമായി ചിന്തിക്കുന്നതായിട്ടുള്ള രാഷ്ട്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രവുമായിട്ട് മാറി എന്നുള്ളതുകൊണ്ട് നമുക്ക് നല്ല സ്വീകാര്യത ഉണ്ടായിരുന്നു. അത് ഇതിനെ നല്ല രീതിയിൽ അംഗീകരിച്ചിരുന്നു. പക്ഷേ അതിന് കാലം കഴിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ സോവിയറ്റ് റഷ്യ തകർന്ന് തരിപ്പണമായതോടുകൂടി സോവിയറ്റ് ചേരി എന്ന് പറയുന്നത് ഇല്ലാതായി. സോവിയറ്റ് ചേരി ഇല്ലാതായ സമയത്ത് പിന്നെ ലോകത്ത് ഒരേ ഒരു ശക്തിയുള്ളൂ, ആ ശക്തി അമേരിക്കയാണ് എന്ന് വന്നു. അത് ബൈപ്പോളാർ വേൾഡ് മാറി യൂണിപോളാർ വേൾഡിലേക്ക് കൊണ്ടുവന്നു. എന്നുവെച്ചാൽ എല്ലാത്തിൻ്റെയും കേന്ദ്രം അമേരിക്കയാണ് എന്ന നിലക്ക് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടത്. എന്താണ് ചെയ്തത്? ട്രംപ് പറയുന്നു നിർത്തടാ യുദ്ധം എന്നുവെച്ചാൽ അത് പറയാൻ പറ്റുന്ന തരത്തിലേക്ക് ലോക പോലീസുകാരനായിട്ട് അയാളാണ് തുടങ്ങാൻ പറഞ്ഞു. അത് ശരിയാണ്, അയാൾ തുടങ്ങാൻ പറഞ്ഞു, തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ അയാൾ നിർത്താൻ പറഞ്ഞു. അപ്പോൾ അയാളുടെ പൊസിഷൻ, അമേരിക്കയുടെ പൊസിഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ ഏകധ്രുവ ലോകം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട് കാരണം. എല്ലാം അമേരിക്ക കേന്ദ്രീകരിച്ച് നിൽക്കുക. പക്ഷെ നമുക്കറിയാം അതത്ര ശരിയല്ല. കാരണം വെച്ചാൽ ഇവരൊക്കെ ഇപ്പോൾ റഷ്യയും ചൈനയും ഒന്നും അമേരിക്ക പറയുന്നത് മുഴുവൻ കേൾക്കുന്ന രാഷ്ട്രങ്ങളല്ല. പക്ഷേ വേണമെങ്കിൽ പല കാര്യങ്ങളും അവരുമായിട്ടൊക്കെ സഹകരിച്ചേക്കാം. ഇതൊക്കെ ഓരോരോ രാഷ്ട്രത്തിൻ്റെ താല്പര്യത്തിനനുസൃതമായിട്ടുള്ള രീതിയിലാണ്. അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് വന്ന സമയത്താണ് ഈ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിന് ഒരു പ്രസക്തിയിലായത്. അപ്പോൾ നമ്മളും എന്ത് ചെയ്യുന്നു? നമ്മൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിലപാടെടുക്കുന്ന രാഷ്ട്രമായി മാറി. എന്നുവെച്ചാൽ നമ്മളൊരു പവറാണ് ഇപ്പോൾ, പഴയ പോലെ അല്ലേ? ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായിരുന്ന കാലത്തെ മാരത്ത് ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ എന്ന് പറയും. പിന്നെ മാത്രമല്ല ലോകത്ത് അണ്വായുധ ശേഷിയുള്ള ഒരു രാഷ്ട്രമാണ്. ബുദ്ധൻ്റെ ചിരി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അണ്വായുധ വിസ്ഫോടനം നടത്തിയതാണ് നമ്മൾ പൊക്രാനിലെ. പക്ഷെ അന്ന് നമ്മൾ ലോകത്തോട് മുഴുവൻ പറഞ്ഞ എന്താണ്? ഞങ്ങൾ ഈ അണുവിസ്ഫോടനം നടത്തിയത് സമാധാനത്തിന് വേണ്ടിയാണ്. വളരെ കോൺട്രാഡിക്റ്റിംഗ് സാധനമാണത്. കാരണം എന്താണ്? അണുവിസ്ഫോടനം എന്ന് പറയുന്നത് ഈ ആറ്റം ബോംബുമായി ബന്ധപ്പെട്ട് അക്രമോത്സുകമായിട്ടുള്ള കാര്യമാണ്. അതെ. പക്ഷേ ഇന്ത്യ അതിനെ സമാധാനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. എന്നുവെച്ചാൽ ഈ അണുവിസ്ഫോടനം നടത്തുന്ന സമയത്ത് വലിയ തരത്തിലുള്ള ഊർജ്ജമുണ്ടാകും. ആ ഊർജ്ജത്തെ നമുക്ക് ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. നമ്മളെ വൈദ്യുതി ഉൽപ്പാദന പ്രക്രിയയുടെ ഭാഗമാക്കി അത് മാറ്റാം. അങ്ങനെ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയ ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഊർജ്ജപ്രവാഹമായിട്ട് ഈ അണുവിസ്ഫോടനത്തെ മാറ്റുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ. അല്ലാണ്ട് ഞങ്ങളൊരു കാരണവശാലും ശത്രുക്കളെ ആക്രമിക്കുന്നതിന് വേണ്ടി ഒരു കാലത്തും ആറ്റം ബോംബ് ഉണ്ടാക്കുകയില്ല എന്ന് അന്ന് നമ്മളുടെ സർക്കാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഞങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ ആദ്യം ആക്രമിക്കില്ല എന്നുള്ള നിലപാട്. അത്രേ ഉള്ളൂ. അതായത് ആദ്യം ആക്രമിക്കില്ല, പക്ഷെ നമ്മൾ ആക്രമിച്ചാൽ നമ്മൾ തിരിച്ചത് ചാമ്പും. അതാണ് നമ്മളുടെ നിലപാടെന്ന് വെച്ചാൽ വളരെ ശക്തമായിട്ടുള്ളൊരു പൊസിഷനാണ് അക്കാര്യത്തിൽ ഇന്ത്യക്കുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് ഇന്ത്യ വരുമ്പോഴാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം. ഇസ്രായേൽ നമ്മുടെ സുഹൃത്താണ്, ഇറാൻ നമ്മുടെ സുഹൃത്താണ്. പക്ഷേ പ്രമേയം നമ്മൾ അംഗീകരിക്കുമ്പോൾ ഇസ്രായേൽ ചെയ്തത് ശരിയല്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഇറാനിൽ നിന്നുള്ള എണ്ണയുടെ വരവിനെയും അതൊരു കണ്ണു വെച്ചിട്ടായിരിക്കണം. അല്ല, ഈ യുദ്ധത്തിൽ ചൈനയെയും റഷ്യയെയും ഇറാൻ ഒപ്പം നിർത്തിയ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എണ്ണയാണ്. കാരണം വളരെ കൺവീനിയൻ്റായ സൗകര്യപ്രദമായ രീതിയിൽ എണ്ണ ലഭിക്കുന്ന ഒരു രാഷ്ട്രമാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ. അതെ. അവിടെ അമേരിക്കയുടെ ഒരു പാവ ഗവൺമെൻറ്റിനെ സ്ഥാപിച്ചാൽ ഇവർക്ക് എണ്ണ കിട്ടുമോ? കിട്ടില്ല. അവർക്ക് കിട്ടില്ല, അതേ റഷ്യക്ക് കിട്ടില്ല, ചൈനക്ക് കിട്ടില്ല, നമുക്കും കിട്ടില്ല. അപ്പോൾ നമുക്കും അതിൻ്റെ അകത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു യുദ്ധം വരുന്ന സമയത്ത്. ആ യുദ്ധം തീർച്ചയായിട്ടും നമ്മളുടെ സാമ്പത്തിക മേഖലയിൽ വലിയ ആഘാതമുണ്ടാക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇറാൻ ശക്തമായിട്ട് അടച്ചു കളയാൻ സാധ്യമായിട്ടുള്ള കടലെടുക്കൊക്കെ ഈ വ്യാപാര വ്യവസായ ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെ വലിയ പ്രശ്നത്തിലേക്ക് വരും. അതൊക്കെ ഇന്ത്യയെ വല്ലാത്ത രീതിയിൽ ബാധിക്കുമായിരുന്നു. പക്ഷെ നമ്മളതിൻ്റെ അകത്ത് രക്ഷപ്പെട്ടു. അപ്പോൾ ഈ ഒരു പൊസിഷൻ നമ്മളെടുക്കുന്നത് ഇറാനുമായിട്ടുള്ള സൗഹൃദം നമുക്ക് നഷ്ടമാകാതിരിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് എണ്ണ വേണം. അതാണ് പ്രധാനപ്പെട്ടത്. നമ്മുടെ താല്പര്യത്തിനാണ് പ്രാധാന്യം അതിൻ്റെ അകത്ത്. ആ താല്പര്യത്തിൽ നിൽക്കുന്ന
ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു അടവ് നയമാണ് ഇതിനകത്തുള്ളത്. അല്ലാണ്ട് ഇസ്രായേലിനെ നമ്മൾ കൈവിടാൻ പോകുന്നില്ല. ഇസ്രായേലും നമ്മളുടെ സുഹൃത്തായി നിൽക്കട്ടെ എന്നുള്ള കാഴ്ചപ്പാട്.